ശ്രീനിയുടെ ഫ്രണ്ട്സ് ആക്കും. ഇതൊന്ന് കഴിയട്ടെ പ്ലീസ്. She looks cute. എന്താ ഇത്? സുമംഗലി പ്രാർത്ഥന. What? ദീർഘ സുമംഗലി യോഗം ഉണ്ടാവാൻ വേണ്ടിയാ. എന്നുവെച്ചാ ഭർത്താവ് മരിക്കുന്നതിന് മുമ്പേ തനിക്ക് മരണം ഉണ്ടാവണമെന്ന് വിധവ. വിടോ വിടോ. അതാ അവര് തന്ന സാരം. Strange. ഹായ്. ഗേൾ ഫ്രണ്ട്സിൽ ഒരാൾ. ഹലോ ഹലോ. മാമിയല്ല സ്വാമി. സ്വാമി ശരണം. അയാൾ സാറി കൺ കൊണ്ട ശരിയല്ല. എനക്കൊരു ചിന്ന ഫേവർ. ഫേവർ അല്ല ഫ്ലേവർ. ഇത് വേലുവണ്ണനുടെ മൂക്കുപൊടി വേണമാ? അയാൾ സാറി യു സി എൻ പൊണ്ണ് ആരോടും സ്നേഹം വച്ചിക്കപ്പെടാതെ. മോളാരെയും പ്രേമിക്കാൻ പാടില്ലെന്നാ. ഇത് എതുക്ക് എങ്കിട്ട് ചൊല്ലണം? അടേ ഞാൻ പേശിക്കിട്ടേ ഇരിക്കേ. നീ പാട്ടുക്ക് പോറേ. അയാൾ സാറി சாமிக்கும் பாம்பிக்கும் வித்தியாசம் தெரியல. நான் ஏன் உங்ககிட்ட ஃபேவர் கேட்டாச்சா, நீ ஒரு சாமி. என்ன 6 பெண்மக்கள் ஓடுனதுக்கு காரணம் ആ சாமி. 6 പെൺമക്കൾ ഒളിച്ചോടി പോയാ. ബെസ്റ്റ് ഫാമിലി. என்ன ഒന്നുമില്ല. ആ സാമി முதல் பெண்ணுக்கு கண்ணிலே பவர். கண்ணாடி கடையிலே கூட்டிட்டு போனேன். അവിടെ കണ്ണാടിക്കാരൻ അവൾ കണ്ണിലെ കണ്ണാടിയെ മാറ്റിനാൾ. അവൾ അവൻകിட்ட മാറ്റിനാൾ. രണ്ടുപേരും കണ്ണാടിയും பார்த்துட்டா. பவர்ஃபுல்லா ஓடியே போயிட்டா. அதுக்கு நான் என்ன செய்யணும்? ஓடக்கூடாது. இல்ல என் மகள் மதுராம்பாள் ஆரோடையும் 7 நாள் ஓடாம நீதான் பாத்துக்கணும். நீ என்ன வேணும்னு கேள தரேன். തരുവോ? തരേൻ. മധുരാമ്പാൾ ആരുടെ കൂടെ ഒളിച്ചോടാൻ പാടില്ല. അത് ഞാൻ ഏറ്റു. അതുക്ക് ബദലാ இந்த 7 നാളുകളില് എപ്പടിയാവത് ഒരു കീർത്തനമെങ്കിലും വായിക്ക വെക്കണം. ഒരു നാൾക്ക് ഒരു സ്വരമാനാ കൂടെ പറവായില്ല. ரொம்ப കറക്റ്റ് ആയിരിക്കും. അത് ഉங்களால முடியுமா? இவ்வளவு தானா? ஊதி தள்ளுறேன். நீங்க ஊதண்டா, நான் ஊதணும். சாமியே சரணமையப்பா. ബ്രോവബാരമാ രഘുരാമ ബ്രോവബാരമ രഘുരാമ ബ്രോവബാരമ രഘുരാമ ബ്രോവബാരമ രഘുരാമ ഭുവനമെല്ല നീവൈ നല്ലോകനി ബ്രോവബാരമ രഘുരാമ ഭുവനമെല്ല നീവൈ നല്ലോകനി ബ്രോവബാരമ. ശ്രീവാസുദേവ
శ్రీవాసుదేవ అంట కోవట్ల శ్రీవాసుదేవ అంట కోవట్ల గుక్షిణీయంచుకోలేద నన్ను గుక్షిణీయంచుకోలేద నన్ను బ్రోవరమ రఘురమ భువనమెల్ల నీవై నన్నోగ నీ బ్రోవరమ కలశాంబుదిలో దయతో నమరులకై ఎదిగ కలశాంబుదిలో దయతో నమరులకై ఎదిగ కలశాంబు తిలోదయతోన మరులకై ఎదిగ గోపికలకై గోపికలకై కొండలేతలేద గోపికలకై కొండలేతలేద గోపికలకై కొండలేతలేద కరుణకర కరుణకర ప్రవరమ రఘురమ భువనమై నన్నోగ నీ ప్రవరమ സ്വാമി ശരണം. ഞാൻ ഈ പാൽപ്പാക്കറ്റ് അകത്തുകൊണ്ട് വെച്ചിട്ട് വരാം സ്വാമി. ഓ ഇത് പാൽപ്പാക്കട്ടാ, ഞാൻ പഞ്ഞു മുട്ടായി എന്ന് വിചാരിച്ചു. സ്വാമിയുടെ കണ്ണിന് അപാര പവർ തന്നെ. ഞാൻ ഇത് അകത്തുകൊണ്ട് വെച്ചിട്ട് വരാം. എന്റെ രണ്ടാമത്തെ മകൾ ഇതുപോലെ പാല് വെച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോയതാ. എന്നിട്ട് പാല് വെക്കാൻ പോയ അവള് എന്നെ ശരിക്കിട്ട് വച്ചു. അവളെ ഇപ്പൊ ആ പാൽക്കാരൻ വച്ചോണ്ടിരിക്കുക. പിറ്റേ ദിവസം നാട് മുഴുവൻ ജ്യൂസ്. ന്യൂസ് പേപ്പറിൽ മാത്രം വന്നില്ല. അത്രേ ആശ്വാസം. അതേതായാലും ഭാഗ്യമായി. ന്യൂസ് പേപ്പറിലൂടെ അച്ചടിച്ച് വന്നിരുന്നെങ്കിൽ ആകെ നാറിപ്പോയനെ. എന്തോന്ന് ഭാഗ്യം, അന്ന് ന്യൂസ് പേപ്പർ വന്നില്ല സ്വാമി. അതുകൊണ്ട് അത് നോക്കാൻ സാധിച്ചതുമില്ല. പത്രം വന്നില്ലേ? എന്താ അന്ന് ബന്ധും ബന്ധുവൊന്നും അല്ല. അന്ന് വെളുപ്പാൻ കാലത്ത് എന്റെ മൂന്നാമത്തെ മകൾ ചിത്ര വീട്ടിൽ പത്രം എടുത്തവന്റെ കൂടെ ഓടിപ്പോയടെ. എന്റെ ആ തുമ്മലാ. അതല്ല, സ്വാമിയുടെ ഫാമിലിയുടെ കഥ കേട്ട് ഞാൻ രസിച്ച തരിച്ചിരുന്നു പോയതാ. നീ ഞാൻ പറഞ്ഞത് മറക്കരുത്. എന്റെ മകൾ മധുര ഇങ്ങനെ ഓടി ഓടി നടക്കരുത്. ഐ മീൻ അവൾ നശിക്കരുത്. അവൾ ഓടാതെ നീ താൻ നോക്കണം പ്ലീസ്. എന്നാലും നാദസരം ഊതാൻ വന്നവനെ പിടിച്ച് ഗൂർക്ക ആക്കിയല്ലോ സ്വാമി. സ്വാമി ശരണം. അളിയൻ ഇന്ന് വരുമെന്ന് അറിയായിരുന്നെങ്കിലും അളിയന്റെ കാര്യമായോണ്ട് ഒരു ഡൗട്ട് അടിച്ചു. കുവൈറ്റ് യാത്രയൊക്കെ എല്ലാം പറയാടാ. ആദ്യം അമ്മായിയമ്മ ഒന്ന് കാണട്ടെ. നിന്റെയൊക്കെ പെങ്ങടെ പരാതിപ്പെട്ടിയല്ലേ അവര്. നിന്നെയും പരമേശ്വരനെയും കണ്ടില്ലല്ലോ എന്നുള്ള ചോദ്യം കേട്ട് മടുത്തു. നന്നായി ഇപ്പോഴെങ്കിലും ഇങ്ങോട്ട് എത്തിയല്ലോ. അത് പിന്നെ ചേട്ടന്റെ കോൺഫിഡൻസ്. എന്തിനാ മോളെ എന്നോട് ന്യായീകരിക്കുന്ന? എന്താ അമ്മയും മോളും കൂടെ ഒരു പരദൂഷണം? പരമേശ്വരൻ കുടി നിർത്തിയോ എന്നാണ് ചോദ്യമെങ്കിൽ ഇല്ല എന്നുത്തരം. അതല്ല, വരാൻ താമസിച്ചത് എന്താണെന്നാണെങ്കിൽ പെണ്ണ് കാണാൻ നേരത്തും കല്യാണം ഉറപ്പിക്കാൻ നേരത്തും പരമേശ്വരൻ മരുമകൻ എക്സ്പോർട്ടർ എന്ന് പറയാൻ മടിയില്ലായിരുന്ന നിങ്ങൾക്ക് പിന്നീട് പരമേശ്വരൻ കുടിയനും ആഭാസനുമായി. അതുകൊണ്ടാണല്ലോ പിന്നീടുള്ള കാര്യങ്ങൾ ഞാൻ ഇവള് പറഞ്ഞറിയേണ്ടി വന്നത്. എന്റെ മഹാഭാഗ്യം എന്ന് കരുതിയാൽ മതി. വയസ്സുകാലത്ത് തള്ള ഒരു പോലെ പൂഞ്ചൂടി ഇറങ്ങിയിരിക്കുന്നു. ഇങ്ങനെ ചെയ്ത് കഷ്ടമുണ്ട് കേട്ടാ മഹാഭാവികള്. ഇതന്നെ
നാസര കച്ചേരി അകത്തും നാസരക്കാരി പുറത്തും. ഏ സൗദാമിനി? ஐயோ என் பேர் ரமணி ஆக்கும் ரமணி. ആ രമണി എങ്കിൽ രമണി. ഇതെന്നെ டச் பண்ணாதீங்க. ഏ അഴകേ இல்ல எனக்கு ஸ்ருதி சேரலையா, அதனால கச்சேரிக்கு வாசிக்க வேண்டாம்னு சொல்லியாச்சா. യാർ ചൊല്ലിയാச்சு? அந்த வேலுவண்ணா. അപ്പടിയാ? അവനോട് ഞാൻ ചോദിക്കാമല്ലോ. എവിടെ? ഹലോ, ഇതാര്? നമ്മുടെ വെങ്കിടിയോ? നീ വാദ്യരായിരുന്നു കേട്ടല്ലോ. ആമാ. നിനക്ക് പറ്റിയ പണിയാ. ചെല്ല്. ഹലോ, യു ആർ കമ്മിങ് ഫ്രം ബാംഗ്ലൂർ? ശ്രീനിസ് ഫ്രണ്ട്സ്, നൈസ് മീറ്റിംഗ് യു. ഷീസ് മൈ ഡോട്ടർ. പാടി ഇവിടെ. വെരി ബ്യൂട്ടിഫുൾ. ഹലോ, ഹേയ്, കുപ്പി എടുപ്പിക്കട്ടെ? വണ്ടിയിൽ ബ്രാൻഡി ഉണ്ട്, എടുപ്പിക്കട്ടെ? താപോടോ, നീ ആ കുപ്പി ഇങ്ങോട്ട് എടുക്കടാ. അമ്പി, നീ ഉണ്ടോ ഇവിടെ? ഇതാരടാ? ഇവരാക്കും ശ്രീനി. ഓ, നൈസ് മീറ്റിംഗ് യു. സെയിം ടു യു. ഇത് അവരോട് അമ്മ. അമ്മാവാ? അമ്മാ, തായേ, இருக்கட்டும் இருக்கட்டும். നല്ല അസൽ പട്ടർ ലുക്ക്. സ്വഭാവം അപ്പടിതാനേ അമ്മ? വാ, ഇവിടെ വാ. കുവൈറ്റിലായിരുന്നു എന്ന് കേട്ടു. ഓ, അതൊരു സ്മാൾ വിസിറ്റ്, ചെറിയ ചില മീറ്റിംഗ് ഒക്കെ. ഏതാ ബ്രാൻഡ്? ബ്രാൻഡി, വിസ്കി, റം? ചേട്ടാ എല്ലാരും എന്റെ വൈഫാ? ശ്രദ്ധിക്കുന്നു. സോറി. ഓ, see you. പിള്ളേർ പിടിക്ക പോയി കൊറങ്ങാച്ചെന്ന് ചൊല്ലുവാളെ, അതുതാ ഇവൻ. അന്ന് രാത്രി അമ്മ കട്ടിലിൽ വന്നിരുന്ന് പതിയെ പറഞ്ഞത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. സുമുഖൻ, നല്ല പൈസക്കാരനും. ഇതിനേക്കാൾ നല്ലൊരു ബന്ധം നമുക്കുണ്ടാകാൻ പോകുന്നില്ല. അതുകൊണ്ട് എതിർപ്പൊന്നും പറയരുത്. അപ്പ വാക്കു കൊടുത്തു. ഇതും ഇങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. അഭിരാമിയോട് അവളുടെ താല്പര്യം എന്താണെന്ന് ചോദിച്ചോ? പൂർണ്ണ സമ്മതത്തോടെയാണ് അവൾ ഇതിനെ സമ്മതിച്ചത്. അമ്പി, അവൻ പാവം, അവൻ നല്ലവനാ. അഭിരാമിക്ക് നല്ലത് വരണമെന്ന് മാത്രം അവന്റെ പ്രാർത്ഥന. കഷ്ടം. നിനക്ക് ഈ വിവാഹം വേണ്ടാന്ന് പറയായിരുന്നു. അമ്പിയുടെ ഗുരുഭക്തിക്ക് മുന്നിൽ അഭിരാമി ഏകലവ്യന്റെ വിരല. ഇവിടെ ഗുരു ദക്ഷിണ ചോദിച്ചിട്ടില്ലായിരുന്നു. It's really strange. ഒരിക്കലും കാണാത്ത ഇടപഴകാത്ത രണ്ടുപേർ തമ്മിൽ വിവാഹം കഴിക്കുക, പിന്നെ സ്നേഹിക്കുക, മനസ്സിലാക്കുക, ജീവിക്കുക. ഫിക്ഷൻ പോലെ തോന്നുന്നു. ക്രേസി ആചാരം. എനിവേ, അഭിരാമി ലക്കിയ. നമ്മുടെ പട്ടിര് ആളൊരു പാവ. അടുത്തറിയാവുന്നവർ ചിലപ്പോ ഒരുമിച്ച് ജീവിക്കാൻ മറന്നു പോവാറുണ്ട്. യോ, എന്റെ കാര്യം മോളെങ്ങനെ അറിഞ്ഞത്? പക്ഷേ കല്യാണം കഴിച്ചിട്ട് പ്രേമിക്കുന്ന രസമാണെന്നാ എന്നോട് അപ്പ പറഞ്ഞത്. ചേല എടുത്തപ്പോ തനി പട്ടത്തി. ദേവിയെ ഇങ്ങനെ കാണാനാ ചേല്. എങ്ങനെയുണ്ട് എന്റെ വേഷം? വെങ്കിക്ക് ഈ വിവാഹ ചടങ്ങിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കായിരുന്നു. സ്വയം ശിക്ഷിക്കാനാണെന്ന് എനിക്കറിയാം. ഹേയ്, ദേവി വരുമല്ലോ എന്ന് കരുതി ഒന്ന് കാണണമെന്ന് തോന്നി. ദേവിക്ക് ബുദ്ധിമുട്ടായോ? വിവാഹം വാദ്യരായപ്പോ കുറെ ഫിലോസഫിക്കലായി. വിവാഹമൊക്കെ മറന്നു. അന്ന് ഇറങ്ങി വരുന്നോന്ന് ചോദിക്കാൻ ഒരല്പ ധൈര്യക്കുറവുണ്ടായിപ്പോയി. ബെസ്റ്റ് സിറ്റുവേഷൻ. പഴയ കാമുകനെ നായിക കണ്ടു. റിയലി?
വെങ്കിക്ക് അമ്പി അറിയില്ലേ? പിന്നെ തെരീമേ, തന്റെ അപ്പാവോടെ ADC. എന്നെ പരിചയപ്പെടുത്തി, പക്ഷെ അയാളെ എന്നെ പരിചയപ്പെടുത്തിയില്ലല്ലോ. തന്റെ ഭാര്യയാവാൻ പോകുന്ന അഭിരാമിയുടെ ചേച്ചി ദേവി പഴയ കാമുകനെ ഇപ്പൊ കണ്ടു. ആരാ കാമുകൻ? പ്രീസ്റ്റ്. നമ്മുടെ വാദ്യാരോ? എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. എന്നിട്ട് എന്തൊക്കെയോ പറഞ്ഞു. എന്തു പറഞ്ഞു? പട്ടരെ ചീപ്പാവല്ലേ. ഞാൻ ചെവി പൊത്തിപ്പിടിച്ച് അവരുടെ കണ്ണുകൾ നോക്കിയിരുന്നു. ഐ എം വെരി ഷുവർ അവരിന്നും പ്രേമിക്കുന്നു. ലവ് ലവ് ലവ്. പട്ടരെ ഒന്ന് കണ്ണാടി നോക്കൂ. ആരെങ്കിലും കാണുന്നുണ്ടോ? പാട്ടിയമ്മ. വണക്കം. മാപ്പിളയോടെ ഉനക്ക് അങ്ക എന്നെ വേണ്ടേ? இல்லை இவ என் கூட பெங்களூர்ல சேர்ந்து வேலை பாக்குறவா. இவ சும்மா பேசிட்டு இருந்து அப்படி. ஏய் ഒരു കുപ്പി സ്കോച്ച എല്ലാരും കൂടെ വലിച്ചു കയറ്റിയിരിക്കുന്നത്. അതിന്റെ കൂറ് വേണം. മനസ്സിലായോ? അപ്പൊ തുടങ്ങാം. ആദ്യം പണ്ടുവരാളി രാഗത്തിലൊരു കീർത്തനം. എനിക്ക് വേണ്ടിയല്ല, നമ്മുടെ മാപ്പിളക്ക് വേണ്ടി. തുടങ്ങിയോ? രാത്രി ரொம்ப വൈകി. ഇപ്പൊ വേണോ? അത് നീയാണോ തീരുമാനിക്കുന്നത്? ഒഴിച്ചു കൊള്ളാം എല്ലാവർക്കും. ഇതൊരു ചടങ്ങ് അല്ലേ? ഇന്നാരും ഉറങ്ങണ്ട. ഇന്ന് നമുക്ക് ആഘോഷിക്കാനുള്ള ദിവസമാണ്. ആദ്യം നമ്മുടെ തങ്കവേലു ആശാന്റെ ഒരു കീർത്തനം. അത് കഴിയുമ്പോഴാ ഈ മധുരാമ്പാളുടെ വക മധുരമായിട്ട് ഒരു ഭരതനാട്യം. അവസാനം ഈ എക്സ്പോർട്ടർ പരമേശ്വരന്റെ വക ഒരു പാരഡി. താനാരോ തന്നാരോ തക താനാരോ തന്നാരോ. സീതാലക്ഷ്മി, ആറാട്ടിന് തലേ ദിവസം കൃത്യം 12 മണിക്ക് ചെങ്കോട്ടുകോണം നൃത്തകലാലയം അവതരിപ്പിക്കുന്ന ബാലയുണ്ടായിരിക്കുന്നതാണ് എന്ന് കേട്ടിട്ടില്ലേ? ഇതും അതുപോലെ കണ്ടാ മതി. വരൂ വരൂ വരൂ. ഏയ് മിസ്റ്റർ പരമേശ്വരൻ, ഏയ് അത് വേണ്ട. ലീവ് ദം അലോൺ. ഞാൻ ഡിസ്റ്റർബൻസിലൊന്നുമില്ലല്ലോ. ഓക്കെ ഓക്കെ. എന്നാ പിന്നെ നിർത്തിയത്. ഇവള് പറഞ്ഞ അനുസരിക്കാതിരിക്കാൻ പറ്റുമോ? എന്റെ ഭാര്യയല്ലേ. ഹലോ, ഇവിടെ വാടാ. നിന്റെ ഒരു കുറവേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കാത്തിരിക്കായിരുന്നില്ലേ ഞങ്ങള്. ഇവിടെ മനസ്സിലായോ? ഇവനാണ് വെങ്കിടി വാദ്യാരാ. അതിനുമുമ്പ് ഇവൻ വലിയൊരു കാമുകനായിരുന്നു. ഒരുപാട് കാമുകിമാരുള്ള കാമുകൻ. അതിലൊരു കാമുകിയെ ഒരു എംബോക്ക് കെട്ടിക്കൊണ്ടുപോയി. ആരാണ് ആ കാമുകി എന്നറിയണ്ടേ? ദോ എന്റെ ഭാര്യ. പോയി